ഹലോ ഫ്രണ്ട്സ്, ഞാനൊരു മെമ്മറി ബോക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതെനിക്ക് വേണ്ടിയിട്ടാണ്, പക്ഷേ ഞാൻ ഫ്യൂച്ചർ സെൽഫിനായിട്ട് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പം അതിൻ്റെ അത് എന്തൊക്കെയാണുള്ളത് നോക്കാം. ഞാനിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊന്നും ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു, കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എടുത്തതായിരുന്നു, മീൻസ് ലാസ്റ്റ് ഇയർ. അപ്പോൾ അത് എന്തൊക്കെയാണുള്ളത്, അതിൻ്റെ അകത്തുള്ളത് എന്തൊക്കെയാണെന്ന് നമുക്കിന്ന് നോക്കാം. നോക്കിയിട്ട് കുറേ ദിവസങ്ങളായി, എന്തൊക്കെയാണുള്ളത് എനിക്കും കൂടി അറിയത്തില്ല. നമുക്ക് എടുത്ത് പോയാലോ. ഇതാണ് എൻ്റെ മെമ്മറി ബോക്സ്. കുറച്ച് ഒരു ഓവർ ഡെക്കറേറ്റീവ് മാതിരിയാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ടു. ഒന്ന് തന്നെ ഞാൻ മെമ്മറീസ് ഫോർ ഫ്യൂച്ചർ സെൽഫ് എൻ്റെ പേരും, പിന്നെ ഇവിടെ ഒരു ഹാർട്ടും പിന്നെ യു ഗേളിനും കുറച്ച് റൈറ്റിങ്സൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഭാഗത്ത് ഞാൻ എഴുതിയില്ല. ബാക്കിൽ കുറച്ച് പാരൻറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ അത് ഞാൻ അടുത്ത് ഇതിൻ്റെ അകത്ത് എഴുതിച്ചു. താഴെ ഞാനൊന്നും വെച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്ത് എന്താണുള്ളത് നമുക്ക് നോക്കാം. നല്ല ഓർഗനൈസ് ആയിട്ടാണുള്ളത്. കുറേ സാധനങ്ങളുണ്ട്. ഇനി ഞാൻ സാധനങ്ങൾ വെക്കുമ്പോൾ നമുക്ക് ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും ഉറപ്പായിട്ടും. എന്തൊക്കെയാണ് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഞാൻ ഉണ്ടാക്കിയൊരു എന്താ പറയുക എനിക്കറിയില്ല, ചെറിയൊരു എൻ്റെ ഫോട്ടോസൊക്കെ വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സ് തന്നതാണ് ഇതൊക്കെ. എൻ്റെ ഒരു ഫോട്ടോ ഉണ്ട് ചെറുപ്പത്തിൽ, പിന്നെ ഹോപ്പ് ഇറ്റ്സ് ഗുഡ് നൗ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റൈറ്റിങ്സൊക്കെ എഴുതിയിട്ട്. പിന്നെ ഉള്ളത് എൻ്റെ ചെറിയൊരു ജേണൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ്. ഇതിൻ്റെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ വേറൊരു വീഡിയോയിലേക്ക് ഇടുന്നത്, അത് നിങ്ങൾ കാണണം. പിന്നെ ഞങ്ങളുടെ ഫാമിലി കുറച്ച് ഫോട്ടോസ്, പിന്നെ എൻ്റെ കസിൻസ് ഫാമിലീസ് ഓരോ കൂടെ എടുത്ത കുറച്ച് ഫോട്ടോസ് ഞാൻ പോളറൈറ്റ്സ് ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഞാൻ ഉണ്ടാക്കി തന്നതാണ്. ഒരു ബുക്ക് മാർക്കുമായി തന്നെ, ബട്ട് ഐ കീപ് ഇറ്റ് ആസ് എ ട്രഷർ ഓഫ് ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഞാൻ കുറച്ച് ജേർണലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കുറച്ച് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി. ഞാൻ യൂട്യൂബ് ചാനൽ നോക്കി ഉണ്ടാക്കിയതാണ്. പിന്നെ ദിസ് എ സോങ്, ഫൈൻഡിങ് ഹെർ എന്ന് പറഞ്ഞ സോങ്. ഇറ്റ്സ് എ അമേസിങ് ഗുഡ് സോങ്. ഞാൻ കുറച്ച് ഒരു ആൻറ്റീക്ക് വൈബിൽ ഉണ്ടാക്കാൻ നോക്കിയതാണ്. അത്ര ആൻറ്റീക്ക് ആയില്ല, ചെറുതായിട്ടൊന്ന് കീറിപ്പോയിട്ടുണ്ടായിരുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓൾ മെമ്മറി. പിന്നെ എൻ്റെ കുറച്ച് ജേർണൽസ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ വേറൊരു ക്യൂട്ട് ഡയറി, മീൻസ് ക്യൂട്ട് ഡയറി എന്ന് പറഞ്ഞാൽ ജേർണലിങ്ങിന് വേണ്ടിയിട്ട് ബ്രൗൺ പേപ്പേഴ്സ് ഉണ്ടാവില്ലേ, അത്. എനിക്ക് എൻ്റെ ബ്രൗൺ പെയിൻ എന്തോ പ്രശ്നം ഉണ്ടായിരുന്നു, എന്താ ലൈറ്റ് ഷെയ്ഡായിട്ട് വന്നു, വേറെ ഡാർക്കായി വന്നിട്ടില്ല. പിന്നെ ഉള്ളത് എന്താ, എൻ്റെ ഡ്രോയിങ് ഞാൻ 7th ഇപ്പോൾ ഞാൻ 7th വരച്ചൊരു പിക്ചറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഒരു പ്രൊജക്റ്റ് ഉണ്ടായിരുന്നു, പോയം ഇലസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനകത്ത് ഞാനൊരു ഹാർട്ടിനെ കുറച്ച് വരച്ച് കുറേ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ സാറിൻ്റെ സിഗ്നേച്ചറാണ്. പിന്നെ ദിസ് ഇസ് ഫോർ മൈ അപ്കമിങ് ബർത്ത്ഡേ. ഞാൻ ലാസ്റ്റ് ഉണ്ടാക്കിയതാണ് ഫോർ മൈ സെൽഫ് 2026 ഇത് ഔട്ട്സൈഡ് ഐ ലവ് ഇറ്റ് സോ മച്ച്. കളർ കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഉള്ളിൽ അത്ര പ്ലെയിൻ ആയിട്ടാണ്. ഇത് ഞാൻ പിൻട്രസ്റ്റ് നോക്കിയപ്പോൾ കിട്ടിയത്. അങ്ങനത്തെ ഒരു ഇതൊക്കെ കൂടി ഒന്നിലാക്കി മിക്സ് ചെയ്തത്. ഇതൊന്നായിരുന്നു. അപ്പോൾ കൂടിയൊക്കെ മിക്സ് ചെയ്തപ്പോൾ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇത് കുറച്ചും കൂടി സ്ട്രിങ്സ് ആണ്. ഇറ്റ് ഈസ് സോ ഫൺ ടു മേക്ക് ദിസ്. ഐ റെക്കമെൻഡ് യു ഗൈസ് ട്രൈങ് ഇറ്റ് ഔട്ട്. പിന്നെ ഉള്ളത് എൻ്റെ വേറൊരു ജേർണൽ ബുക്കാണ്. ഈ ബുക്ക് അപ്കമിങ് വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും കാണിക്കും. പിന്നെ അതൊരു ജേർണലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പക്ഷേ ഈ ഫുൾ ബുക്ക് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും കാണിക്കും. സ്റ്റേ ട്യൂൺ. പിന്നെ ഇതിനകത്ത് കുറച്ച് ചില സാധനങ്ങളുണ്ട്. കുറച്ച് പേപ്പർ ക്ലിപ്സ് ഞാൻ ഹാർട്ട് ഷേപ്പിൽ ആക്കിയത്. ഹാർട്ട് ഷേപ്പ് ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് അറിയില്ല. പിന്നെ ഡ്രസ് പിൻ ഇത് എവിടെ നിന്ന് എനിക്ക് കിട്ടിയെന്ന് അറിയില്ല. പിന്നെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഒന്ന് ഒരു BTS ബുക്ക്. എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പിന്നെ സിഗ്നേച്ചേഴ്സ് ഒന്നുണ്ട്. ഇങ്ങനെ സിഗ്നേച്ചേഴ്സ് ഉള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരിട്ടതാണ്. നോട്ട് മൈ പ്രോബ്ലം. ഇനി നമുക്ക് ഞാൻ ചെയ്ത കുറച്ച് ജേർണൽസ് നോക്കാം. ജേർണൽസ് അത്ര നല്ല ഭംഗിയുള്ള ജേർണൽസ് ഒന്നുമല്ല. ഇറ്റ്സ് നോട്ട് ബാഡ് ബട്ട് നോട്ട് ഗുഡ് ടൈപ്പ്. അത്ര വലിയ ഭംഗിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അടുത്താണ് ഇത് ഞാൻ
ഈ ബുക്കിൻ്റെ അകത്ത് വെച്ചതായിരുന്നു. അത് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വിചാരിച്ചു. അപ്പം ഇതാണ് എൻ്റെ ആദ്യത്തെ ജേണൽ. ഇറ്റ്സ് സോ ക്യൂട്ട്. ഐ ലവ് ഇറ്റ്. ദെൻ വേറെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചത്. ഞാൻ ഫോൾഡ് ചെയ്തുകൊണ്ട് എല്ലാ സ്ഥലവും ഗ്ലൂ ചെയ്ത് വെച്ചത് കൊണ്ട് പോകുന്നു. പക്ഷെ എന്നാലും ലവ്സ് ക്യൂട്ട്. നമുക്ക് അനസ്തെറ്റിക് സ്റ്റാഫ് മേ ബി. ദെൻ ഞങ്ങളുടെ ഒരു ബുക്ക് ഉണ്ടാവും, മാഗസീൻ. അതിൻ്റെ അകത്ത് നിന്ന് ഞാൻ പറിച്ചതാണ്. ലാസ്റ്റ് ഇയറിൻ്റെ അല്ലേ, ലാസ്റ്റ് ഇയർ അതിൻ്റെ മുന്നത്തെ ഇയേഴ്സിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ വരുന്നതാണ് ഈ ഒരു ടൈപ്പ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ വേറെ ഒരു ജേണൽ ചെയ്തതാണ്. ഇത് എനിക്ക് എൻ്റെ ഫ്രണ്ട് തന്ന കുറച്ച് സ്റ്റിക്കേഴ്സും പിക്ചേഴ്സൊക്കെ ആയിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ചെറിയൊരു ജേണൽ ചെയ്തു. പിന്നെ ഒന്ന് ഞാൻ പിൻട്രസ്റ്റ് കണ്ടതായിരുന്നു അങ്ങനത്തെ ഒന്ന്. ഇപ്പോഴത്തെയല്ല, കുറേ മുന്നേ ഇത് വൈറലായിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴാണ് ചെയ്യാൻ സമയം കിട്ടിയതൊക്കെ. അപ്പം ഇത് വേറൊന്ന്. പിന്നെ ഒന്ന് ഞാൻ ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ഇത് 15 വയസ്സും അതിൻ്റെ മുകളിലായിട്ട് ഞാൻ അത് തുറന്നൊരു വായിക്കുള്ളൂ. അത് നിങ്ങൾക്ക് അന്നേരം കാണുകയും ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഈ 2 ബുക്കും ഈ 2 ജേണൽ ചെയ്ത ബുക്കും അടുത്ത വീഡിയോയിൽ ഞാൻ ഉറപ്പായിട്ടും കാണിക്കും. മേ ബി ഇത് രണ്ടും ഒരുമിച്ചിട്ടായിരിക്കും, മേ ബി ഇത് രണ്ടും വേറെ ആയിട്ടായിരിക്കും. എങ്ങനെയാണെങ്കിലും ഞാൻ അത് കാണിക്കുന്നിരിക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് എൻ്റെ മെമ്മറി ബോക്സ് ഇത്ര സാധനങ്ങളുള്ളൂ. ഇനിയും സാധനങ്ങൾ വരുന്നത് ഞാൻ വീഡിയോ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്.